ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഓറഞ്ച് ദോശ എങ്ങനെ ഉണ്ടാക്കേണ്ടതാണ് നമ്മൾ നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് അരി ഒന്ന് അരച്ചെടുക്കാം. കളറിന് വേണ്ടിയിട്ട് നമുക്ക് ഫുഡ് കളർ ഒന്നിട്ട് കൊടുക്കാം. പിന്നെ തേങ്ങയും കൂടി കുറച്ചിട്ട് കൊടുക്കാം കേട്ടോ. അരിയൊക്കെ നന്നായി ഒന്ന് അരിയട്ടെ. ഒരു കോഴിമുട്ടയും പാട് ഇതിലോട്ടേക്ക് പൊട്ടിച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ മാവ് റെഡിയായി. ഇനി നമുക്ക് അടുപ്പത്ത് ഒരു ദോശച്ചട്ടി വെക്കാം. ദോശച്ചട്ടി നന്നായി ചൂടായി വരുമ്പോൾ ഇതിൻ്റെ മുകളിലോട്ടേക്ക് ഓയിലൊന്ന് സ്പ്രെഡാക്കി കൊടുക്കാം. ഓയിൽ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഇതിലോട്ടേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് അടച്ച് വെച്ച് കുക്കാകാൻ വേണ്ടി വെക്കാം. ഇത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ദോശ ഇവിടെ റെഡി. അടുപ്പത്ത് ഒരു ചട്ടി വെച്ചെടുക്കുക. അതിലോട്ടേക്ക് ഉള്ളി ഇട്ട് കൊടുത്തതിന് ശേഷം പാകത്തിലുള്ള മുളകും പൊടി ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വാടി വരുമ്പോൾ കുക്കറിൽ ചെറുപ്പയറും മുളകും പൊടിയും കുക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടേക്ക് ഒഴിച്ചെടുക്കാം. എന്നിട്ട് ഇത് നന്നായി തിളച്ച് വരട്ടെ. അപ്പോൾ നമ്മുടെ ചെറുപ്പയർക്കറി ഇവിടെ റെഡിയായി. അടുപ്പത്തൊരു പാത്രം വെച്ച് അതിലോട്ടേക്ക് പാൽ ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം ഏലക്കായ്, ഇഞ്ചി ഇതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. അതിന് ശേഷം ചായപ്പൊടി ഇട്ട് കൊടുക്കാം. ഇത് നോർത്ത് ഇന്ത്യൻ ചായയാണ്. പാകത്തിലുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ചായ നന്നായി തിളച്ച് ചേർത്ത്. അപ്പോൾ ചായ നന്നായി തിളച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചായ റെഡിയായി. അപ്പോൾ നമ്മുടെ ഓറഞ്ച് ദോശയും ചെറുപ്പയർക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി വെക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.